മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മണ്ഡൽ കമ്മീഷൻ അനുകൂലമായോ പ്രതികൂലമായോ അഭിപ്രായം പറഞ്ഞപ്പോ മണ്ഡൽ കമ്മീഷനെതിരായി നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയായിരുന്നു CPM. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം വേണ്ടതെന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സവർണരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിലുണ്ടായ സംവരണ പ്രക്ഷോഭങ്ങളിൽ മുഴുവനും തന്നെ CPMന്റെ നിലപാട് എന്തായിരുന്നു? ഒരിക്കലും തന്നെ അവരിവിടുത്തെ പിന്നോക്കക്കാരൻ അനുകൂലമായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവരിപ്പോ പുതിയ പുതിയ തന്ത്രങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചില ആളുകൾ മുസ്ലിം സമുദായത്തെ അവരുടെ ആലയിലേക്ക് കൂട്ടിക്കൊടുക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോ സാമ്രാജ്യത്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സദ്ദാമിനോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ വിദ്വേഷത്തെ മുതലെടുക്കാനുള്ള ഹീനമായ ചില തന്ത്രങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, അധിനിവേശത്തോട് ഇവരുടെ കാഴ്ചപ്പാട് എന്താ? ആഗോള സാമ്രാജ്യത്വ ശക്തികളോട് ഇവരുടെ കാഴ്ചപ്പാട് എന്താ? എല്ലാം ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ചെച്ചിനിയയിലെ മുസ്ലിങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് അഭിപ്രായം എന്താ? അവര് ഭീകരവാദികൾ. അഫ്ഗാനിൽ അധിനിവേശത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. അവരോടുള്ള നിലപാട് എന്താ? അവര് ഭീകരവാദികൾ. പിന്നെ ആരാ ഇവിടെ പോരാട്ട വേദിയിലുള്ളത്? അവർക്ക് ശക്തിയുള്ള കാലത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ കടന്നു കയറി അധിനിവേശം നടത്തിയ റഷ്യൻ ചെമ്പടയെ അവിടുത്തെ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയപ്പോ ആട്ടിയോടിച്ചപ്പോൾ ആ പക ഇനിയും അവസാനിക്കാതെ ചെച്ചിനിയയിലെ മുസ്ലിങ്ങളെയും അഫ്ഗാനിലെ പോരാട്ടം നടത്തുന്നവരെയും മുഴുവനും തന്നെ ഇന്നും വർഗീയവാദികളായി ചിത്രീകരിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ ഓരം ചേർന്ന് നിൽക്കുന്നവരാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിങ്ങളുടെ മുമ്പിൽ സദ്ദാമിന്റെ ചിത്രവുമായി രംഗത്ത് വരുന്നത്. ആർക്കാ ഇവിടെ സാമ്രാജ്യത്വത്തോട് വിരോധം? പശ്ചിമ ബംഗാളിലെ പാവപ്പെട്ട കർഷക തൊഴിലാളി കൃഷി ചെയ്യാനുള്ള ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി ഇന്ന് CPM ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോലീസുകാരുടെ വെടിയുണ്ടക്കിരയായിക്കൊണ്ടിരിക്കുകയാ. കാരണം കൃഷിഭൂമി മുഴുവനും തന്നെ മലേഷ്യയിലെ സെലീം ഗ്രൂപ്പിനും ഇന്ത്യയിലെ ഭീമനായ ടാറ്റക്കും പണയം വെച്ചിരിക്കുകയാ കാറുണ്ടാക്കാൻ വേണ്ടി. കൃഷി ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി പാവപ്പെട്ട കർഷകൻ പോലീസിന്റെ വെടിയേറ്റ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നു പശ്ചിമ ബംഗാളിൽ. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളത്തിന് ADBയുടെ അനുമതിപത്രവും മേടിച്ചുകൊണ്ട് കേരളത്തിലെ മണ്ണും വെള്ളവും ADBക്ക് പണയം വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് സാമ്രാജ്യത്വത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏത് സന്ദർഭത്തിലാ സാമ്രാജ്യത്വത്തിനെതിരായ ധീരമായ ഒരു നിലപാടെടുത്തിട്ടുള്ളത്? ഒറ്റപ്പെട്ട അഭിപ്രായ പ്രകടനങ്ങൾ എവിടെയെങ്കിലും വെച്ച് പറയുകയല്ലാതെ നിർണായകമായ ഘട്ടങ്ങളിൽ ധീരമായ തീരുമാനമെടുക്കാൻ ഇവിടുത്തെ വലതുപക്ഷക്കാരെ പോലെ ഒപ്പം നിൽക്കുക എന്നല്ലാതെ ഒരിക്കലും തന്നെ എതിര് നിൽക്കാൻ CPMന് സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനമായിട്ട് സൗഹാർദ്ദത്തിന്റെ ആളുകളായിട്ടാ വരുന്നത്. സമാധാനത്തിന്റെ വക്താക്കൾ CPMകാർ, മതസൗഹാർദ്ദത്തിന്റെ വക്താക്കൾ CPMകാർ. എത്ര നല്ല ആളുകൾ! പക്ഷേ കേരളത്തിലെ ജയിലുകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കിടക്കുന്നത് ഏത് പാർട്ടിയാ? കോടിയേരി ബാലകൃഷ്ണൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ക്രൈം ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പോലും പറയുന്നത് എന്താ? CPMകാരാ കൂടുതൽ കിടക്കുന്നത്. എന്തിനു വേണ്ടിയാണ് CPMകാർ ജയിലിൽ പോയത്? ADBക്കെതിരെ സമരം ചെയ്തതുകൊണ്ടല്ല, പാവപ്പെട്ടവന്റെ കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരന്റെ കഴുത്ത് വെട്ടിക്കൊന്നതിന്, ബോംബുണ്ടാക്കിയതിന്, ബോംബ് എറിഞ്ഞതിന്, ബോംബ് പൊട്ടി കൈകാലുകൾ നഷ്ടപ്പെട്ടതിന്, ആളുകളെ വെട്ടിക്കൊന്നതിന്, സ്ത്രീകളെ ആക്രമിച്ചതിന്, ഇങ്ങനെ മാരകമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ഏറ്റവും കൂടുതൽ ആളുകള് CPMകാരാ. രാഷ്ട്രീയ സംഘടനകളിൽ ഏറ്റവും കൂടുതൽ CPMകാരാ. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളാണ് സമാധാനത്തിന്റെ ആൾക്കാർ. പ്രത്യേകിച്ച് മലബാറില്, മലപ്പുറം ജില്ലയിലൊക്കെ തീവ്രവാദത്തിനെതിരെ സൗഹാർദ്ദത്തിന്റെ ആളുകളായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അവർ.